Hello all. നമ്മൾ Fourier series പഠിച്ചു, Fourier cosine series പഠിച്ചു, Fourier sine series പഠിച്ചു, Fourier series defined over any interval പഠിച്ചു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് Fourier sine സീരീസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, Fourier sine സീരീസ് എന്ന് പറയുമ്പോൾ എന്താ, ഓഡ് ഫംഗ്ഷൻ ആണെന്ന് നമുക്കൊരു ഫംഗ്ഷൻ പ്രൂവ് ചെയ്ത് കിട്ടിയാൽ നമുക്ക് എ എന്നിൻ്റെയും എ സീറോൻ്റെയും വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ബി എന്നിൻ്റെ വാല്യൂ മാത്രം മതി. അപ്പോൾ അങ്ങനെയുള്ളൊരു സീരീസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഓഡാണ് എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം എഫ് ഓഫ് മൈനസ് എക്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ദെൻ വി ക്യാൻ സേ ദാറ്റ് ഫംഗ്ഷൻ ഇസ് ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ Fourier സൈൻ സീരീസ് കണ്ടുപിടിച്ചാൽ മതി. നൗ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഫൈൻഡ് ദ Fourier സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഗിവൻ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എച്ച് എ എക്സ്. സൈൻ എച്ച് എ എക്സ് നമ്മൾ മുന്നേ പറഞ്ഞു ഹൈപ്പർബോളിക് ഫംഗ്ഷനാണ്, സൈനിൻ്റെ hyperbolic function ആണ്. So and it is given that the limit is from minus pi to pi and f of x is equal to f of x plus 2 pi for all x that is belonging to real numbers. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സൈൻ സീരീസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അത് ഓഡ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യുക. വെരിഫൈങ് ദാറ്റ് എഫ് ഇസ് ഓഡ്, എഫ് ഓഫ് മൈനസ് എക്സ് f of minus x is equal to sin h a into minus x. x ഉള്ളടുത്ത് minus x substitute ചെയ്യുക. അപ്പോൾ sin minus pi is equal to minus sin pi. So similarly here also sin h a minus x will be minus sin h a x which is equal to minus f of x. അപ്പോൾ നമ്മൾ അതൊരു ഓഡ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്തു. Now ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്താ, ബി എന്നിൻ്റെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. Fourier series will be equal to f of x is equal to sigma n is equal to 1 to infinity bn sin nx. bn ന്റെ വാല്യൂ എന്താണ്, is given by the formula 2 by pi 0 to pi sin hax minus sin nx dx. f of x sin nx dx ആണ്. നമ്മൾ f of x ന്റെ വാല്യൂ ആയ sin hax എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So we get it like this. ഇനി which is equal to sin hax നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂ ആയിട്ട് എന്ത് എഴുതി, e raised to sin x എന്ന് പറയുന്നത് e raised to sin hx. ഓക്കെ, sin hx is equal to e raised to x minus e raised to minus x divided by 2 ആണ്. ഓക്കെ, അപ്പോൾ sin h ax എന്ന് പറയുന്നത് എന്തായിരിക്കും, e raised to ax minus e raised to minus ax divided by 2. അപ്പം നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. sin h ax ന് പകരം e raised to x minus e raised to minus ax by 2 into sin nx dx ആയിട്ട് നമുക്ക് എഴുതാം. ഇനി നമ്മൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. നമ്മൾ 1/2 പുറത്തെടുത്തു, എന്നിട്ട് നമ്മൾ e raised to ax minus e raised to minus ax into sin nx dx ആക്കിയിട്ട് എഴുതുക. സോ e raised to നമ്മൾ അതിന് രണ്ട് പേര് കൊടുത്തു. I1 എന്ന് പറയുന്നത് 0 to pi e raised to x sin nx dx and I2 is equal to 0 to pi e raised to minus ax sin nx dx. ഇനി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് രണ്ടും ഇവാലുവേറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ I1 എന്ന് പറയുന്നത് 0 to pi e raised to ax sin nx dx ആണ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുക, കാരണം രണ്ട് പ്രോഡക്റ്റ് റൂളാണ്. സോ e raised to ax sin nx dx is equal to e raised to x into sin nx എന്നത് minus cos nx by n minus integral of e raised to x into a. ഡിഫറൻഷ്യൽ ഓഫ് e raised to ax എന്താണ്, e raised to ax into a into minus cos nx by n. ഓക്കെ, അതെന്ന് പറയുന്നത് നമ്മൾ പിന്നെ മൈനസ് ഇ റേസ് ടു എക്സ് കോസ് എൻ എക്സ് ബൈ എൻ പ്ലസ് എ ബൈ എൻ നമ്മൾ പുറത്തെടുത്തു. മൈനസും പുറത്തെടുക്കുകയാണെങ്കിൽ അത് പ്ലസ് ആവും. സോ പ്ലസ് എ ബൈ എൻ ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. അഗെയിൻ ഇ റേസ് ടു എക്സ് കോസ് എൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുക. സോ മൈനസ് ഇ റേസ് ടു എക്സ് കോസ് എൻ എക്സ് അതേപോലെ എഴുതി, പ്ലസ് എ ബൈ എൻ കോമൺ ആണ് കംപ്ലീറ്റ് ടേമിന്, ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ. integral of cos nx എന്ന് പറയുന്നത് sin nx by n മൈനസ് integral of e raised to x into a, വീണ്ടും e raised to x ന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് e raised to ax into a ആണ്, into sin nx by n dx. അത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് a by n വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മൈനസ് e raised to ax cos nx by n പ്ലസ് a by n സ്ക്വയർ, ഈ ഒരു ടേം ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, മൈനസ് എ ബൈ എൻ ഇൻറ്റു എ ബൈ എൻ എന്ന് പറയുന്നത് എ സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ് ആക്കി. ഇനി ഇ റേസ് ടു എ എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താ, നമുക്കിത് ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് പോകും. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ
ഇക്വേറ്റ് ചെയ്തു. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഏത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്? e raised to ax sin nx വെച്ചിട്ടാണ്. അത് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതി e raised to ax sin nx dx is equal to minus e raised to ax cos nx by n plus a e raised to ax sin nx by n square minus a square by n square integral e raised to ax sin nx dx. അപ്പോൾ അത് നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തു. So we'll get the e raised to ax in the integral of e raised to ax sin nx dx term on one side. So നമ്മൾ അത് കോമൺ ആയിട്ട് എടുത്തു. 1 plus a square by n square കോമൺ ആയിട്ട് വരും. ഈ ഒരു നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് എഴുതുക. ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കിവിടെ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ n e raised to ax cos nx by n square കിട്ടും. ഇവിടെ നമ്മൾ എന്നിട്ട് e raised to ax sin nx dx കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് n square plus a square by n square കിട്ടും. അത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n square plus a square into a e raised to ax sin nx minus n e raised to ax cos nx by n square കിട്ടും. അപ്പോൾ അത് രണ്ടും n square ക്യാൻസൽ ആവും. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് 0 to pi e raised to x sin nx dx എന്ന് പറയുന്നത് ഈ ഒരു ടേമിന് നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാണ്. 1 by n square plus a square കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു. എന്നിട്ട് പൈ എന്ന് പറയുന്ന ടേംസ് sin n pi എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് തന്നെ ആ ടേം കംപ്ലീറ്റ് sin n pi 0 ആണ്, sin 0 0 ആണ്. സോ ആ ടേം കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ആവും. നമുക്ക് കിട്ടുന്നത് n e raised to ax cos nx ആണ്. അപ്പോൾ മൈനസ് n നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ e raised to a pi cos n pi മൈനസ് e raised to a into 0 into cos 0 എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. ആൻഡ് e raised to 0 cos 0 എന്ന് പറയുന്നത് 1 ആണ്. e raised to a pi into cos n pi ന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. -1 whole raised to n ആണ്. സോ മൈനസ് n by n square plus a square into e raised to a pi into -1 whole raised to n minus 1 equal to n by n square plus a square മൈനസ് നമ്മൾ അകത്തേക്ക് എടുത്തു. സോ -1 into n plus 1 കിട്ടും. ഇവിടെ ഈ ടേം -1 വെച്ച് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 whole raised to n plus 1 ഈ ടേം -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 will become +1. ഓക്കെ, -1 പ്ലസ് ആയിട്ട് നമ്മൾ i1 കാൽക്കുലേറ്റ് ചെയ്തു. സെയിം മെത്തേഡിൽ നമ്മൾ i2 കാൽക്കുലേറ്റ് ചെയ്യുക. i2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആകെയുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിഫറൻഷ്യൽ കാണുമ്പോൾ e raised to -ax ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് e raised to -ax into -a ആണ്. നമ്മൾ പ്ലസ് a ആയതുകൊണ്ട് പ്ലസ് a എടുത്തു. ഇവിടെ -a ആയതുകൊണ്ട് -a എടുക്കുക. സെയിം മെത്തേഡിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുക. അതിൻ്റെ uv നമ്മൾ റൂൾ വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വരും, അതും നമ്മൾ ചെയ്യാം. എന്നിട്ട് നമുക്ക് e raised to -ax sin x തന്നെ പിന്നെയും കിട്ടും. സോ അത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ആദ്യം തൊട്ടുള്ളതും ഇവിടെയുള്ളത് ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുക. പിന്നെ ഡിനോമിനേറ്റർ സെയിം ആക്കുക. എന്നിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n സ്ക്വയർ ക്യാൻസൽ ആവും. സോ ഇന്റഗ്രൽ ഓഫ് 0 to pi e raised to -ax sin nx dx എന്ന് പറയുന്നത് എന്തായിരിക്കും? n square by n square plus a square into this term. n square gets cancelled. എന്നിട്ട് നമ്മൾ -n പുറത്തെടുക്കുകയാണ്. കാരണം sin n pi sin 0 0 തന്നെയാണ്. സോ ആ ടേം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് കിട്ടുന്നത് -n by n square plus a square into e raised to -a pi cos n pi minus e raised to a into 0 into cos 0 ആണ്. അപ്പോൾ നമ്മൾ -n എന്ന് പറയുന്ന ടേം ഈച്ച് ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ n by n square plus a square into e raised to -a pi into -1 whole raised to n plus 1 കിട്ടും. ഇവിടെ -1 plus 1 ആകും. -1 വെച്ചിട്ട് ഈച്ച് ടേം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഈ രണ്ട് ടേമും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു bn എന്താണ്? 1 by pi into i1 minus i2 ആണ്. i1ൻ്റെ ടേം നമ്മൾ സെപ്പറേറ്റ് ഫൈൻഡ് ചെയ്തു, വാല്യൂ i2ൻ്റെ വാല്യൂ നമ്മൾ സെപ്പറേറ്റ് ഫൈൻഡ് ചെയ്തു. അപ്പോൾ അത് രണ്ടും നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള n by n square plus a square എന്ന് പറയുന്ന ടേം പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇൻസൈഡ് നമുക്ക് എന്താ വരിക? e raised to a pi into -1 whole raised to n plus 1 plus 1 മൈനസ് പുറത്ത് വരുമ്പോൾ രണ്ട് ടേമും നെഗറ്റീവ് ആവും. സോ e raised to -a pi into -1 whole raised to n plus 1 -1 വരും. പിന്നെ 1 by pi is equal to n into n square plus a square into -1 raised to n plus 1 എന്ന് പറയുന്നത് 1ഉം 1ഉം ക്യാൻസൽ ആവും. 1ഉം -1ഉം ക്യാൻസൽ ആവും. -1 whole raised to n plus 1 into e raised to a pi minus e raised to -a pi കിട്ടും. ഇനി substituting the values of Fourier series is obtained by f of x is equal to 1 by pi common ആയിട്ട് എടുക്കുക. n into -1 sigma n is equal to 1 to infinity n into -1 whole raised to n plus 1 by n square plus a square e raised to a pi minus e raised to -a pi sin nx. That will be your answer.